അമ്മൂമ്മയുടെ വാവകൾക്ക് ഇന്നൊരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ, കേട്ടോളൂ. ഒരിടത്ത് ഒരു കർഷകന് ഒരു പട്ടിയും ഒരു കുതിരയും കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഒരു പശുവും ഒരു കഴുതയും ഉണ്ടായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി ഈ കർഷകൻ പെരുമാറും. പക്ഷേ നമ്മുടെ കഴുതയോട് മാത്രം സ്നേഹം കാണിക്കാറില്ല. അതിന് വളരെ വിഷമമായി. ഓരോ പട്ടിയുടെ അടുത്ത് നിന്നിട്ട്, "ആയ് പപ്പി, എന്താ നിനക്ക് വേണ്ടത്? കുറച്ചുകൂടെ പാല് കുടിച്ചേ" എന്ന് പറയും. എന്നിട്ട് കുതിരയുടെ അടുത്ത് പോയിട്ട്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതിര തരട്ടെ എന്ന് ചോദിക്കും. എന്നാൽ പൂച്ചയുടെ അടുത്ത് നിന്നിട്ടും കുറച്ചുകൂടി പാല് കുടിച്ചേ എന്നൊക്കെ പറഞ്ഞ് തലോടി തട്ടി വിടും. ഇതെല്ലാം നമ്മുടെ കഴുത കണ്ടുകൊണ്ടിരുന്നു. അവനെ കൊണ്ട് ദിവസവും ചുമടെടുപ്പിക്കും. "നീ ഈ ചുമടെടുത്തേ, ഇതും കൂടെ എടുത്തേ" എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവനോട് പെരുമാറും. പക്ഷെ ബാക്കി എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറും. ഇത് കണ്ട് കഴുത വിചാരിച്ചു, ചുമടെടുത്തെടുത്ത് തളർന്നപ്പോൾ ഒരു ദിവസം വിചാരിച്ചു, വയ്യ, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് പയ്യെ വൈകുന്നേരമായപ്പോൾ എന്ത് ചെയ്തു, കർഷകൻ ഉറങ്ങിയപ്പോൾ പയ്യെ വീട് വിട്ടിറങ്ങി. എന്നിട്ട് കുറേ ദൂരം പോയി. കാട്ടിൽ ചെന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. കുറേ ദൂരം പോയപ്പോൾ എന്ത് ചെയ്തു, ആരെ കണ്ടു? എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. പക്ഷേ ഈ കഴുതയെ കണ്ടിട്ട് എല്ലാവരും എന്ത് ചെയ്തു? ഇതിന് മനുഷ്യരുമായിട്ട് ഇണങ്ങിയല്ലേ ശീലമുള്ളൂ, മൃഗങ്ങളുമായിട്ട് ഇണങ്ങിയൊന്നും ശീലമില്ലല്ലോ. അത് പയ്യെ ഇങ്ങനെ എല്ലാവരെയും ദയനീയമായിട്ട് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് ദൂരം ചെന്നപ്പോൾ അവിടെ നമ്മുടെ സിംഹരാജൻ്റെ ഒരു തോല് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഹായ്, എടുത്തു നോക്കിയപ്പോൾ വളരെ സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തു? എടുത്ത് നേരെ ഒന്ന് ഇട്ട് നോക്കി. എന്താ ഗമ! എങ്ങനെയാണ് മനസ്സിലായത്? അതിന് നടന്ന് വെള്ളം ദാഹിച്ചു. അപ്പോൾ ഇത് നേരെ ഇട്ടിട്ട് എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ ചെന്നിട്ട് അതിൻ്റെ നിഴൽ കണ്ടപ്പോൾ, ദൈവമേ, ഇത് ഞാൻ തന്നെയാണോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? നല്ല ഈ സിംഹരാജനെ പോലെയുണ്ട്. വളരെ ഗമയിലിങ്ങനെ കാട്ടിൽ കൂടെ നടന്നു. ഇവനെ കണ്ടിട്ട് ആളുകളെല്ലാം വിചാരിച്ചു, ഇത് നമ്മുടെ സിംഹരാജൻ എന്തോ വളരെ വ്യത്യസ്തനായ ഒരു സിംഹമാണിത്, ഇത് നമ്മുടെ രാജാവാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് നമസ്കരിക്കും പോലെയൊക്കെ നിന്നു. അപ്പോൾ ഇത് വിചാരിച്ച്, ഇത് തന്നെ അവസരം എന്ന് വിചാരിച്ചിട്ട് വളരെ ഗമയിലിങ്ങനെ ചെന്നിരുന്നു. എല്ലാവരും അവന് ചുറ്റും കൂടി, രാജാവേ, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാം വളരെ ഭവ്യതയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടിയും കേട്ടിരുന്നു. അതിനാവശ്യമായ ആഹാരമെല്ലാം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും വിചാരിച്ചു, ഈ സിംഹരാജൻ നമ്മളെ ആരും പിടിക്കുന്നൊന്നുമില്ലല്ലോ, വളരെ സ്നേഹമുള്ള രാജാവ് തന്നെന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞു, ഇന്ന് ഈ സിംഹരാജന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും നമ്മളെ പുതിയ രാജാവിനെ കണ്ടതല്ലേ, നമുക്കെല്ലാം നല്ല പാട്ടുകൾ പാടാം. എല്ലാവരും അവരവർക്കറിയാമെന്നുള്ള രീതിയിലെല്ലാം ഓരോ നല്ല പാട്ടുകൾ പാടി നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ കഴുതച്ചാരും ഇങ്ങനെ തലയാട്ടി പാട്ട് ആസ്വദിക്കുന്നത് പോലെ ഇരുന്നു. അപ്പം എല്ലാവരും പാടിക്കഴിഞ്ഞിട്ട് പയ്യെ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങും കൂടെ ഞങ്ങൾക്ക് വേണ്ടി 2 വരി മൂളാമോ? ആദ്യം പറഞ്ഞു, ഇല്ല, എൻ്റെ സൗണ്ടൊന്നും ഇപ്പോൾ ശരിയല്ല, എനിക്കിന്ന് പാടാനൊന്നും വയ്യ. അവസാനം എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? നന്നായിട്ടൊന്ന് പാടാമെന്ന് വിചാരിച്ചിട്ട് വലിയ രാഗത്തിൽ സാന്നങ്ങ് നീട്ടിയപ്പോൾ എന്ത് ചെയ്തു? കഴുതയുടെ സൗണ്ട് ആർക്ക് മനസ്സിലായി? നമ്മുടെ മുയലമ്മാവനിരുന്ന് പറഞ്ഞു, അയ്യോ, ഇത് സിംഹരാജാവൊന്നുമല്ല, ഇത് നമ്മുടെ കഴുതയാണ്, ഇത് കഴുതയുടെ സൗണ്ടാണ്, സിംഹത്തിൻ്റെ സൗണ്ടൊന്നുമല്ല, സിംഹത്തിൻ്റെ സൗണ്ട് ഇങ്ങനെയൊന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരാളെന്ത് ചെയ്തു? നമ്മുടെ കുറുക്കനത് പയ്യെ ഇതിലേട്ടൊന്ന് തടവി നോക്കി. പയ്യെ അതിങ്ങനെ കയ്യിലോട്ടിങ്ങനെ ഊരിപ്പോന്നു അതിൻ്റെ സിംഹത്തിൻ്റെ തോല്.
ഇത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, നീ ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എൻ്റെ യജമാനൻ എന്നോടിങ്ങനെ പെരുമാറിയതുകൊണ്ട് ഞാൻ കാട്ടിൽ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ആരും ഞാൻ രാജാവാണെന്ന് പറഞ്ഞതുമില്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ വളരെ സങ്കടത്തിൽ വന്നതാണ്. അപ്പോഴാണ് ഈ തോല് കണ്ടത് ഞാൻ എടുത്തിട്ടതും. എനിക്ക് അതൊരു സന്തോഷമായി തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയും പറ്റിക്കാൻ വേണ്ടിയല്ല എന്ന് പറയും. എല്ലാവരും അത് വിശ്വസിച്ചു. എന്നിട്ട് പറയും, സാരമില്ല, നീ നേരെ നിൻ്റെ യജമാൻ്റെ അടുത്ത് തന്നെ പൊയ്ക്കോളൂ. നിനക്ക് ഇനിയും അവിടുന്ന് മോശമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ഞങ്ങൾ അടുത്തേക്ക് തന്നെ വന്നോളാനും അവർ പറയും. നേരെ നടന്ന് വന്ന വഴിയിൽ കൂടെയൊക്കെ എങ്ങനെയോ നടന്ന് യജമാനൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് യജമാനൻ വിചാരിച്ചത്, എൻ്റെ കഴുതക്കുട്ടാ, നിന്നെ എത്ര ദിവസമായി ഞാൻ നോക്കുകയാണ്, നീ ഇതെവിടെ പോയിരുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി തലോടി. ഞാൻ നിന്നോട് വളരെ മോശമായിട്ടാണല്ലേ പെരുമാറിയിരുന്നത്. ഇല്ല, ഇനി ഞാൻ ഒരു വ്യത്യാസവും കാണിക്കുകയില്ല, നീയും എൻ്റെ ചങ്ങായി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അതിനാവശ്യമുള്ള ആഹാരമൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ നോക്കുന്നത് പോലെ അന്നു മുതൽ അവനെയും നോക്കി തുടങ്ങി. അവന് വളരെ സന്തോഷമായി. കഥ എല്ലാവർക്കും ഇഷ്ടമായോ മക്കളെ? ഓക്കേ, ബൈ.